ഇപ്പൊ എന്താണ്, ഹൗ ഡു യു ഫീൽ നൗ? ഭാരതപ്പുഴയിലെ പെർഫോമൻസിനാണ് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ വലിയൊരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു എന്താ പറയാ, വലിയൊരു പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെയാണ് ഓരോ അവാർഡുകൾ. അപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ ശരിക്കും? എന്ത് തോന്നുന്നു വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞ സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ. അല്ലാണ്ട് പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കുറച്ച് പേര് ഉണ്ടായിരുന്ന ഒരു ക്രൂവിന്റെ ഒരു വർക്കാണ്. അതിൽ ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട്, ഒരു കുടുംബം പോലെ നിന്നുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ, അതിന്റെ ഡയറക്ടർ, പിന്നെ ക്യാമറാമാൻ, അതിന്റെ ബാക്കി എല്ലാവരും. ജോമോൻ ചേട്ടനാണ് അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്ന ജോമോൻ ചേട്ടൻ. പിന്നെ അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും, വർക്ക് ചെയ്ത നളിനി ചേച്ചി ആയാലും, അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന നിതിൻ, എല്ലാവരും, ആര്യ, എല്ലാവരും അതിൽ ഒരുപോലെ നിന്നത് കൊണ്ട് മാത്രമാണ് ആ സിനിമ അത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത്. അപ്പൊ അതിനകത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റി. പിന്നെ സപ്പോർട്ട് എനിക്ക് തന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിലെ സുഗന്ധി എന്ന കഥാപാത്രമായിട്ട് മാറാനായിട്ട് മണിച്ചേട്ടൻ തന്നൊരു സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. അതനുസരിച്ച് ഞാൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ, ഒരിക്കലും ഒരു അംഗീകാരത്തിന് വേണ്ടി അല്ല നമ്മൾ ഒന്നും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് മെൻഷൻ കിട്ടുമ്പോഴും ഒരുപാട് സന്തോഷം. എനിക്ക് കിട്ടിയതായിട്ടല്ല, സിനിമയിലെ ഓരോരുത്തർക്കും കൂടി കിട്ടിയതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഇപ്പൊ മത്സരപ്പട്ടികകൾ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ശരിക്കും ഈ അടുത്തിടെ കുറെ റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എഴുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു, മാധ്യമത്തിലും ഒക്കെ വന്നു. അപ്പൊ എഴുത്തുകൾ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ. ഇങ്ങനെ അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക്കുകളാണ് അത് കണ്ടിട്ട് അഭിപ്രായം എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ചെറിയൊരു പ്രതീക്ഷ, എന്തെങ്കിലും ഒരു മെൻഷൻ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സാർത്ഥകമായതിന് സന്തോഷം. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതെനിക്ക് കിട്ടും അങ്ങനെയല്ലല്ലോ. കാരണം ഒരുപാട് പേര് ഉണ്ടല്ലോ കോമ്പറ്റീറ്റീവായിട്ട്. ഞാൻ പിന്നെ ഒരു തുടക്കക്കാരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-13 സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവാർഡ് എന്താണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ മണിലാൽ സാർ അങ്ങനെ ടീമിന് തന്നെയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും ആ ടീമിന് തന്നെയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്റെ കുഞ്ഞു മോളായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്, പ്രവാഹി. അവളുടെ ശരിക്കും പറഞ്ഞാൽ 4-5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത്. 2 വർഷം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു 4 ഷെഡ്യൂളായിട്ട് എടുത്തു. അപ്പം രാവും പകലും എൻ്റെ ഒപ്പം നിന്ന്, എന്റെ ഫാമിലിയും ഉണ്ട്, മോളും ഉണ്ട്, അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ക്രൂവിന് തന്നെയാണ്, സംവിധായകനും ആ ക്രൂവിനും തന്നെയാണ്. ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് സിജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.